അങ്ങനെ എൻ്റെ ഇന്നത്തെ ദിവസം ഇവിടെ തുടങ്ങുകയാണ്. ഉണ്ണിയപ്പ കച്ചവടത്തിനുള്ള ഉണ്ണിയപ്പ മാവ് അരയ്ക്കണോ, ബെല്ലം പാവ് കാച്ചുന്നു. അങ്ങനെ തുടങ്ങുകയാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഞാനിതാ ഇവിടെ നിന്ന് റെഡിയായി. ഇനി കടയിൽ പോകണം. എന്നിട്ട് അവിടെ ഉണ്ണിയപ്പം ഇല്ലെങ്കിൽ ഉണ്ണിയപ്പം ചൂടണം. അതിന് ശേഷം നമ്മുടെ SSF സാഹിത്യോത്സവത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലത്തെ അണിയറയ്ക്ക് പിന്നിലുള്ള വീഡിയോസ് എടുക്കണം. പിന്നെ നെല്ലറയുടെ നാടായ പാലക്കാടിനെ കുറിച്ച് പിന്നെ എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും പാലക്കാടിൻ്റെ അഭിമാനം തന്നെയാണ്. ശരിക്കും ചരിത്രം കുറിക്കാൻ പോവുകയാണ് SSF സാഹിത്യോത്സവം. അപ്പം പിന്നെ സാഹിത്യോത്സവത്തിൻ്റെ നടക്കുന്ന ആ സ്റ്റേജ് ഉണ്ടല്ലോ, അതും അതിമനോഹരമായി വരിയും വാക്കും നാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എങ്ങനെയാണ് പറയുക, നമ്മളിങ്ങനെ അപ്പോൾ SSF ഫസ്റ്റ് സ്റ്റേജ്, സാഹിത്യോത്സവത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഞാൻ വീഡിയോ എടുക്കാൻ പോവാണ്. പെർമിഷൻ ചോദിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം റെഡിയായി. ഇനി പോയിട്ടൊന്ന് വീഡിയോ എടുക്കണം. പിന്നെ അവിടെ പറ്റുമെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെയും കൂടെ ഉൾപ്പെടുത്തണം ആഗ്രഹമുണ്ട്. വിത്ത് പെർമിഷനോട് കൂടി തന്നെ ഞാൻ ചെയ്യുള്ളൂ, അല്ലാതെ എടുക്കില്ല. പിന്നെ നെല്ലറയുടെ നാടായ പാലക്കാട്ടിൽ ഇത്രയും വലിയ ഒരു മഹാത്ഭുതം നടക്കാൻ പോവുകയാണ്. 32ാമത്തെ SSF സാഹിത്യോത്സവം നടക്കാൻ പോകുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ അണിയറയ്ക്ക് പിന്നിലുള്ള കാര്യങ്ങളാണ് പിന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. അണിയറയ്ക്ക് മുന്നിലുള്ള കാര്യങ്ങൾ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം പെർമിഷൻ ഉണ്ടെങ്കിലേ ഞാൻ പോവുള്ളൂ, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് എനിക്ക് കാണാമല്ലോ. പുറത്തുനിന്ന് കണ്ടുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ SSF സാഹിത്യോത്സവത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ മുന്നിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 8, 9, 10 തീയതികളിലാണല്ലോ പരിപാടി ഉള്ളത്. അപ്പോൾ ശനി ഞായറൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് സ്കൂള് ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് പരിപാടി ഉള്ളത്. പിന്നെ എനിക്കിവിടെ നിന്ന് എടുക്കാൻ ഭയങ്കര പേടിയൊക്കെ ഉണ്ട്. പിന്നെ എല്ലായിടത്തും ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ. ആരൊക്കെയോ വരുന്നുണ്ട് ബാക്കിൽ. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രണ്ട് എങ്ങനെയാണെന്ന് കാണിച്ചു. അങ്ങനെ 32ാമത്തെ സാഹിത്യോത്സവം ഇതാ ഇവിടെ തുടങ്ങുകയാണ്. ചരിത്രം കുറിക്കാൻ പോകുന്നു. 32ാമത്തെ സാഹിത്യോത്സവം ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം കൂടിയാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായാണ് ഇങ്ങനെ നേരിട്ട് ഇത്രയും വലിയൊരു സ്റ്റേജിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സ്റ്റേജിൻ്റെ പിന്നണി കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് നല്ല നല്ല സജ്ജീകരണങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ മക്കളുമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ ഓരോ കുട്ടികളും അവരവരുടേതായ രീതിയിലുള്ള ഡിസൈനുകൾ ചെയ്ത് അവർ ഈ ഒരു സാഹിത്യോത്സവ സ്റ്റേജ് വേദി നല്ല ഗംഭീരമാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ കാഴ്ചകൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.